സന്ദീപ് വാര്യർക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസിൽ നിന്നപ്പോൾ സന്ദീപ് വാര്യർ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇനി അദ്ദേഹം ഇത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കേട്ടാൽ സന്ദീപ് വാര്യർ ഒരുപക്ഷെ ജയിലിനുള്ളിലാവും. കാരണം അത്രമാത്രം കല്ലുപ്പ്, വെങ്കായം, തൈര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായി പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് മാറിയിട്ട് ഇതുപോലൊരാളെ കാണാൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുകയാണ് രാഹുൽ ഗാന്ധിയെ മെസ്സി കണ്ടതുകൊണ്ട് മോദി പിണങ്ങി വിദേശ രാജ്യത്തേക്ക് പോയി, അതുകൊണ്ടാണ് മെസ്സിയെ കാണാൻ മോദി നിൽക്കാത്തതെന്ന്. ഇത്രയും വിവരമില്ലായ്മ ഉള്ളവരാണ് കോൺഗ്രസിലുള്ളവർ മുഴുവൻ, അതോ വാര്യർ മാത്രമേ ഇങ്ങനെ ഉള്ളൂ? ഇല്ല, വാര്യർക്ക് നല്ല ഒരു ഭാവി അതിനകത്തുണ്ട് കേട്ടോ. വിവരദോഷത്തിന്റെ ദേശീയ കമ്മിറ്റി ഇയാള് കസേര ഇയാള് ഈ പറയുന്ന 5 പൈസയുടെ പണി ചെയ്യാതെ ഈ കുനിഞ്ഞു നിന്ന്, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കുനിഞ്ഞു നിന്ന് ഒച്ചാനിച്ച് നിന്ന് അവരുടെ പണി ചെയ്ത് നിൽക്കുന്ന ഒരാൾ. അതിനകത്ത് BJPക്കകത്തും ഈ രീതിയിൽ ഒരുപക്ഷെ 1 രൂപയുടെ പണി ചെയ്യാതെ, ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ, ഒരു സമരത്തിന് പോലും പങ്കെടുക്കാതെ, സമയമാകുമ്പോൾ ഈ മുങ്ങി നടന്ന് നേതാവായിട്ട് നാട്ടുകാരറിഞ്ഞ് വളവളവളാന്ന് വൃത്തിയായിട്ട് സംസാരിക്കാൻ അവസരം അറിയാം എന്നുള്ളതും പിന്നെ അതിന് അവസരം കൊടുത്തു BJP. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. ആരുടെയൊക്കെയോ ഇതുപോലെ അടുത്ത് നിന്ന് ചേട്ടാ കണ്ടിട്ടില്ലേ, ഇപ്പൊ തന്നെ ആള് പെട്ടി വേണേലും എടുക്കും കോൺഗ്രസിനകത്ത്, നാണമില്ലാത്തൊരു അവസ്ഥ. അപ്പൊ അങ്ങനെ വന്നു ഇതിനകത്ത് നിന്ന് BJPക്കകത്ത് ചെയ്യേണ്ടതല്ലാത്ത പണി വളരെ കൃത്യമായിട്ട് ചെയ്തു. അവരിങ്ങനെ നോക്കി വെച്ചിരുന്നു. നടപടിക്ക് എടുക്കുന്ന സമയത്താണ് ഈ പാലക്കാട് അവിടെ നിന്ന് സീറ്റിന്റെ വിഷയം പറഞ്ഞ് അവിടുന്ന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് പുറകെ വരുന്നു, വെളിയിൽ ചാടുന്നു. വെളിയിൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബാർഗെയിൻ നടത്തുന്നു. CPM-കാരൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് അതൊന്നും തരാനില്ല, ഇയാളെ കൊണ്ട് ഞങ്ങൾക്കൊന്നും സഹായിക്കാനുമില്ല. കോൺഗ്രസ് അവിടെ ചെന്ന് ബാംഗ്ലൂരിൽ വെച്ച് ചില കച്ചവടങ്ങളൊക്കെ നടത്തി. ആ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമായിട്ട് ഇന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സംസാരത്തിന്റെ പിറകിൽ ഓരോ ദിവസവും മോദിയെ, അതിൻ്റെ തലേന്ന് വരെ മോദി എൻ്റെ അച്ഛന, അമ്മയ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കാരന, ഞാൻ RSSന്റെ കുടുംബമാണ്, RSS ഞങ്ങളുടെ വസ്തു മൊത്തം RSSന് എഴുതി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ RSSന്റെ ഈ അത് അവരുടെ ഈ സ്ഥാപകത്തിനുണ്ടല്ലോ, ആ സ്ഥാപനത്തിന് എവിടുന്നേലും ഒരു നിക്കർ ഉടുപ്പൊക്കെ മേടിച്ചിട്ട് ഫോട്ടോ ഇട്ട് വലിയ പ്രശ്നമായിരുന്നു. വലിയ എന്ന് വെച്ചാൽ RSSനകത്ത് നിന്ന് ആ സിന്ദൂരത്തിനകത്ത് മുങ്ങിക്കുളിച്ചൊക്കെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഓരോ ദിവസവും RSSനെതിരെ അറിയാമല്ലോ, BJPക്കെതിരെയൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുക. അജിത് ഡോവൽ വിട്ടേക്കുന്ന ആളെന്നാണ് പറയുന്നത് കേരളത്തില്. അജിത് ഡോവൽ വിട്ടേക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. കാരണം BJP കോൺഗ്രസിനെ തകർക്കാനായിട്ട്. അപ്പൊ അജിത് ഡോവലിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അജിത് ഡോവൽ ഇയാളെ വിടണമെങ്കിൽ അല്ല, കോൺഗ്രസിനെ നശിപ്പിക്കാൻ കേന്ദ്രത്തില് ഒരു രാഹുൽ ഗാന്ധി ഉണ്ട്. അല്ല, അവിടെ അതൊക്കെ മതി മൊത്തത്തിൽ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഇനി ഇവിടെ സന്ദീപ് വാര്യർ. അപ്പൊ ഇങ്ങനെ നിന്നു പുള്ളി. ഇതിനകത്തുനിന്ന് കസേര കിട്ടാതെ അവിടെ പോയി കാശും കിട്ടി കാര്യവും പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് മുസ്ലിം ലീഗുകാർ പറഞ്ഞു ഈ സാധനത്തിന് നമുക്ക് വേണ്ട, ഞങ്ങൾ എത്ര പറയുമ്പോഴും മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു അംഗീകാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ കെയർ ഓഫിൽ ഇനി വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് അകറ്റി. ഈ ഇടയ്ക്ക് വന്നു ആ പാലക്കാട് സീറ്റ് ലാവനങ്ങാണ്ടി എന്ന് ആരണ്ട കയ്യിലോ കാലിലോ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ കോൺഗ്രസ് എല്ലാം കൂടെ ഇറങ്ങി. ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുവാലും ശരിയോ തെറ്റോ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി പരാതിയായി. ഇയാളതിന്റെ കൂടെ നിന്നുകൊണ്ട് രാഹുലിന്റെ കൂടെ നിൽക്കുന്ന പോലെ നിന്ന് എന്നിട്ട് പറഞ്ഞ് ആദ്യത്തെ പരാതിക്കകത്ത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കോൺഗ്രസിനെ രക്ഷിക്കുന്നതിനും ഇതങ്ങ് ഒതുങ്ങിക്കഴിയുമ്പോൾ ഇവനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് നിർത്താം, കാരണം ഇത്രയും പണിയെടുത്തതും അല്ലെങ്കിൽ പാർട്ടിയെ ഒരു കുറെ ഗുണം ചെയ്തതും ഒക്കെ അല്ലേ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു രാഹുൽ ഒന്നും ചെയ്തിട്ടില്ല, രാഹുൽ അങ്ങനെ ചെയ്യത്തില്ല, എനിക്കറിയാം. കാരണം മാധ്യമങ്ങളെല്ലാം കൂടെ നിൽക്കില്ലേ, കാരണം ഒതുങ്ങിയ സാധനം വീണ്ടും ഹൈലൈറ്റ് ആയിക്കൊണ്ടു. ഇപ്പൊ രണ്ടാമത് അതിന്റെ ഇതങ്ങ് ഒതുങ്ങി രാഹുൽ ഒരു പാലക്കാട്ടൊക്കെ ചെന്ന് വീണ്ടും ഒന്ന് സജീവമായി കൃത്യമായിട്ട് വന്നപ്പോൾ ആരണ്ട് ഇതുവരെ ഇല്ലാത്തോണം ഇതുവരെ രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്ന പരാതി എന്ത് ചെയ്യും? ഇതെല്ലാം മുഖമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കെതിരെ ഒരു പരാതിയുമില്ലല്ലോ, മാധ്യമ അജണ്ട ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ആരാണ്ട് കൊണ്ട് എഴുതിയ പരാതി കൊണ്ട് പിണറായി വിജയന്റെ കൊടുത്തു, പിണറായി ഇതിന് DGPക്ക് കൊടുത്തു. അപ്പം രാഹുൽ കിടന്ന് മരണപ്രാളത്തിൽ കിടന്ന് ഓടുക, ജാമ്യം കിട്ടാൻ ഒരു വകുപ്പുമില്ല, കേസുകൾ കണ്ടിന്യൂസ് വന്നിട്ട് അതിന് ശേഷം ഒരു കേസിന് ജാമ്യം കിട്ടാൻ കോടതി വന്നു കഴിഞ്ഞപ്പോൾ അടുത്തത് വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ആ പുള്ളി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടതാ, അതിജീവിതമായി കണ്ടതാ, ഞാൻ പണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം നോക്കിക്കോളാൻ. ഇത് പൊക്കി പിടിച്ചോണ്ട് നമുക്കറിയാമല്ലോ രാഹുൽ ഈശ്വർ ഇത് പൊക്കി കൊണ്ടുവന്നു. അതായത് ഈ കേസിനകത്ത് ഇത് ലൈം ലൈറ്റ് നിർത്തണം. ജാമ്യത്തിന് വേണ്ടി കോടതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിഷയം വീണ്ടും പൊതുജനത്തിന്റെ ഇടയ്ക്കും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നമാണ്, കുഴപ്പമാണ്, അതിജീവിതയ്ക്ക് വിഷയമാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു കാരണവശാലും ഒരു അതിജീവിത എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പോയാൽ പോലും അവരുടെ പേര് വെളിയിൽ വരണമെന്ന് കൃത്യം നിഷ്കർഷിച്ചിട്ടുള്ള സമയത്ത് ഇവരെല്ലാം കൂടെ വീണ്ടും അതിജീവിത രാഹുൽ ഈശ്വർ വേറെ രീതിയിൽ, ഇയാൾ വേറൊരു രീതിയിൽ, ഇവരുടെ
ഒന്ന് അപ്പോഴത്തേന് കോടതി രാഹുൽ ഈശ്വരനെ പിടിച്ചങ്ങാത്ത് കൊണ്ടുപോയി. പുള്ളിയെ പിടിച്ച് ഇങ്ങോട്ടൊന്ന് വന്നിട്ടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചകത്തുകൊണ്ട് നമുക്കറിയാലോ 16 ദിവസം ഇയാൾ ഒളിവിൽ പോയതായിരുന്നു. ഇയാൾ ഒളിവിൽ പോയി പാത്തിരുന്ന് ഇന്നപോലെ ജാമ്യം കിട്ടി അങ്ങും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് മെസ്സിയെ കാണാതെ പ്രധാനമന്ത്രി പോയെന്ന്. ഇവിടെ മെസ്സി എങ്ങാണ്ട് കിടന്ന് പന്ത് കെട്ടുന്ന ആള്. നമുക്ക് മെസ്സി പന്ത് കെട്ടുന്നതിനകത്ത് തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന് ഒത്തിരി ആരാധകരുണ്ട്, നല്ല ഫുട്ബോൾ താരം. പക്ഷേ മെസ്സിയെ പോയി കാണാൻ രാഹുൽ ഗാന്ധി നടക്കുന്നത് പോലെയുള്ള ആളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. രാഹുലിന് വേറെ പണിയൊന്നുമില്ല. ക്യാബിനറ്റ് റാങ്കിൽ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള കോമാളിത്തരം കാണിക്കുക, അല്ലെങ്കിൽ മെസ്സിയെ കാണുക, പന്ത് കെട്ടുക, വെള്ളത്തിൽ ചാടുക, മീനെ പിടിക്കുക ഒക്കെ അയാളുടെ പണി. അതൊക്കെ മനസ്സിലായില്ലേ? ബീഹാറിൽ ചെന്നപ്പോൾ മീൻ കച്ചവടക്കാരുടെ കൊടുത്ത് വെള്ളത്തിൽ ചാടി, അവിടെ കിടന്ന് മീനെ പിടിക്കും, വെള്ളവും കുടിക്കും. ഇതായുടെ പണി. മോദിക്ക് ഇതാണ് പോണി. മോദിക്ക് അദ്ദേഹം ബോംബെയിൽ നിന്ന് ഇവിടെ വരുന്നു. അപ്പം മെസ്സി പറഞ്ഞു കാണും പ്രധാനമന്ത്രിയെ ഒന്ന് കാണണമെന്ന്. പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞ് സമയം കൊടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാ ലോകത്തിന് സമയം കൊടുത്തുകൊണ്ടിരിക്കുന്ന. അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ഭരണാധികാരികൾ ഇദ്ദേഹത്തെ വണ്ടിയെ കയറി ഡ്രൈവറുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ മെസ്സിയെ കാണാൻ നിൽക്കുന്നത്. മെസ്സി ബോംബെയിൽ നിന്ന് 10:45 ഡൽഹി വരാമെന്ന് പറഞ്ഞു. ആ സമയം കൊടുത്തു. ഒരുപക്ഷെ 5-10 മിനിറ്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വിദേശ പര്യടനത്തിന് പോകുക. അദ്ദേഹത്തിന് പണിയേ രാഷ്ട്രത്തിന്റെ വികസനമാണ്. അതിനുവേണ്ടി അദ്ദേഹം എത്യോപ്യ, ഒമാൻ, ഈ എന്നുള്ള ജോർദാൻ പോലുള്ള രാജ്യങ്ങളിൽ പോവുക. അദ്ദേഹം അവിടെ നിന്ന് നോക്കി സമയത്തിന് വന്നില്ല. കാരണം മറ്റദ്ദേഹം മനഃപൂർവ്വം വരാത്തതൊന്നും ആയിരിക്കത്തില്ല. അദ്ദേഹത്തിന് അവിടുന്ന് മൂടൽമഞ്ഞ് കാരണം ഫ്ലൈറ്റ് വരാൻ താമസിച്ചു. ഇപ്പൊ മെസ്സിയെ കാണേണ്ടത് അവിടെ ഒരു കാര്യമല്ല. മെസ്സി ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ ഒരു സമയം കൊടുത്തതാണ്. പക്ഷെ ആ സമയത്തിന് വരാത്തപ്പോൾ അയാളെ അവിടെ നിന്ന് കണ്ടിട്ട് സാധിക്കുന്നതിനെക്കാട്ടി വലിയ കാര്യം അദ്ദേഹത്തിന് വിദേശ പര്യടനത്തിൽ കൂടി സാധിക്കണം. അത് ഈ പറയുന്ന വാര്യര് മനസ്സിലാക്കണം. വാര്യർ ഇമ്മാതെ ആരെങ്കിലും ഒക്കെ പറയും. വാര്യർക്ക് അറിയാം. എന്തേലും പറഞ്ഞാലും മോദിയുടെ പേര് പറഞ്ഞാൽ 10 പേര് അറിയും. ഇപ്പൊ ഇത് ലോകം മൊത്തം അങ്ങ് ചർച്ചയാവും. മനസ്സിലാവുന്നുണ്ട്. അതേ പുള്ളി ഉദ്ദേശിക്കുന്നുള്ളൂ. വീണ്ടും വന്നേക്കുവാ. അകത്ത് പോവാൻ ഇതല്ലെങ്കിൽ വേറെ മാർഗം ഒപ്പിച്ചോണ്ട് വരുവാ. അപ്പൊ നമ്മുടെ ഇവന് സമയമാകുമ്പോ മുങ്ങും. ഇല്ല വരാലിന്റെ കൂട്ടാ മീനിനെ അടിപ്പൂ. സമയമാകുമ്പോൾ മുങ്ങിപ്പോ തന്നെ പാത്തിരുന്ന് ജാമ്യം മേടിച്ച് വീണ്ടും ഇറങ്ങിയേക്കുവാ പുള്ളി. പാലക്കാട് സീറ്റ് ഒഴിഞ്ഞ് കിടക്കുക. നീ യാതൊരു കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടത്തില്ല. എങ്ങനെ സാറൊരു കാര്യം ബീഹാറിൽ ചെന്ന് വെള്ളത്തിൽ ചാടിയത്, ഇയാള് വെള്ളത്തിൽ ചാടി, മറ്റേ ചാടിയിലൊരു ചോറെടുത്ത് ബീഹാർ ഒന്നും കൂടെ പോന്നു. ബീഹാർ അന്നേരം ഇവർ വിചാരിച്ച് ഈ രാഹുൽ ഗാന്ധി വിചാരിച്ച് ഇതെന്തോ ഈ കറക്കുന്നേ പുള്ളിക്ക്. എന്താണെന്നറിയാം, അവിടുത്തെ സാധാരണക്കാരന്റെ വികാരമാ കറങ്ങിയത്. അത് അവിടെ വളരെ ദൂരെ. ഇത് മനസ്സിലായത് ഇലക്ഷൻ റിസൾട്ട് വരുന്ന നമ്പരെ മനസ്സിലായിട്ടില്ല. ആരണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അത് ഇന്ന ഗജ്ജ, അത് ബീഹാറിന്റെ ഏറ്റവും അടുത്ത സാധാരണക്കാരന്റെ വികാരമാണ്. അവര് അതുപോലെ കൊണ്ടു നടക്കുന്നത്. അതാണ് പുള്ളി തോളയിലിട്ടിട്ട് തോളയിലെടുത്താൽ കാണിച്ചത്. അതോടുകൂടി വോട്ട് മൊത്തം പോയി. ഇയാൾ മീനെയും പിടിച്ച് വെള്ളത്തിലും ചാടി നടക്കും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ പണി നടത്തിക്കൂ. ഇയാൾ ഈ മറ്റേതിനകത്ത് നിന്നപ്പോ ഇയാളെ ചീത്ത വിളിച്ചത്, ഇതിനകത്ത് നിന്നപ്പം രാവിലെ വൈകിട്ട് മോദിയുടെ കാര്യം പറഞ്ഞാൽ വരും പേര് വരും. പക്ഷെ ഇപ്പം ഒരു കാര്യം പറഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം നോട്ടം ഇട്ടേക്കും. ആരാന്നറിയോ? ഇവിടെ എത്ര പറയുമ്പോഴും കെ മുരളീധരൻ നോട്ടം ഇട്ടിട്ടുണ്ട്. കെ മുരളീധരൻ ആദ്യമേ പറഞ്ഞ ഈ പാഴിനെയൊക്കെ എന്തിനാണ്, ഇതിനകത്ത് തന്നെ ആവശ്യം പോലെ ആൾക്കാരുണ്ട്, ഈ പാഴിനെയൊക്കെ ഇതിനകത്ത് എന്തിനാ വലിച്ചോണ്ട് വരുന്നത് പറഞ്ഞപ്പോൾ പുള്ളി അടുത്ത് ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലയോ കുനിയിക്കാൻ എടുക്കനാ. അവിടെ ചെന്ന് കുനിഞ്ഞ് എന്നിട്ട് ചേട്ടനെ കണ്ട കടൽ പോലില്ലയോ, ചേട്ടനെ കണ്ട കൊമ്പനാനയുടെ കൂട്ടിരിക്കുമല്ലോ, ചേട്ടനെ കണ്ട ചന്ദ്രന്റെ കൂട്ടിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ പുള്ളി വിചാരിക്കാം പോട്ടെ എന്നിങ്ങനെ ഒതുക്കാനത്തെ. വീണ്ടും ഈ പറയുന്ന ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ആരാ? മുരളീധരൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ സൈസ് അവനെതിരെ പറഞ്ഞിട്ടുള്ളവനെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സംഘടനാ വിരുദ്ധ പ്രവർത്തനമായിട്ട് കണക്കാക്കും, മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പറയത്തില്ല ഈ അറക്കാൻ കൊണ്ടുവന്ന കാളയുടെ ഒക്കെ പുറത്ത് ഇൻഡു അടിക്കും. ഇവന്റെ പുറത്ത് ഇൻഡു അടിച്ചിട്ടുണ്ട്. ഇവൻ അത്ര കിടന്ന് ചാടുകയൊന്നും വേണ്ട. അപ്പൊ ഏതായാലും ഈ ചേട്ടൻ മനസ്സിലാക്കുക, രാഹുൽ ഗാന്ധി അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് മെസ്സിയെ നിന്ന് കണ്ടിട്ട് കാര്യമൊന്നും സാധിക്കാനില്ല. മെസ്സിക്ക് സാധിക്കാനുണ്ടായിരുന്നു. അത് മെസ്സി സമയക്ലിപ്തത പാലിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മോദി ഞങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് പണിയൊന്നുമില്ല, അതുകൊണ്ട് മെസ്സി ഇന്നടത്ത് പോയി എന്നിട്ട് അയാൾ മോന്തയ്ക്കോട്ട് ഇങ്ങനെ നോക്കി. കാരണം ഏതാണ്ട് വിചിത്ര ഈ കാണുന്ന പോലെ പുള്ളിക്ക് ഇതൊക്കെ അതിശയമാണല്ലോ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ള കാര്യം.